വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹോം ബ്രേക്ക്ഫാസ്റ്റ് സീരീസിന്റെ ഡേ 2 ആയെന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല അടിപൊളി കുഞ്ഞൻ ദോശയും നല്ല ക്രീമി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ അതെങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ രുചിയോട് കൂടെ തയ്യാറാക്കി എടുക്കാം എന്ന് നമുക്ക് കാണാം. നല്ല ക്രീമി ആയിട്ടുള്ള വെജിറ്റബിൾ സ്റ്റൂ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് 3 എണ്ണം, 1 ക്യാരറ്റ്, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും അത് 1 ടേബിൾ സ്പൂൺ വീതം കേട്ടോ. കട്ടിയുള്ള തേങ്ങാപ്പാല് 1 കപ്പ്, 3 ഏലക്ക അതിന്റെ പുറന്തോടൊക്കെ കളഞ്ഞെടുത്തത്, കറുവപ്പട്ട 4 ചെറിയ പീസ്, ഗ്രാമ്പൂ 6 പീസ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിക്കാനായിട്ട് വെക്കാവേ. ഞാനിവിടെ കുക്കറായിട്ട് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങളും കുക്കറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മുതൽ 6 വരെ വിസിലാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഗ്യാപ്പില് കറിക്ക് ആവശ്യമായിട്ട് വരുന്ന ബാക്കി ഐറ്റംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്ക തുടങ്ങിയവ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ സവാളയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. സവാളയുടെ നിറം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഇത് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. തുടർന്ന് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് യോജിപ്പിച്ചെടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണേ. നിങ്ങളുടെ കറിക്ക് ഇച്ചിരി തിക്നെസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലെ ഒരു 2 or 3 കിഴങ്ങ് ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തുടർന്ന് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 4 മിനിറ്റ് ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണേ. രണ്ടാം പാല് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ക്യാരറ്റ് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. തേങ്ങയുടെ 2ാം പാലിൽ കിടന്ന് നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒന്ന് വെന്ത് കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാവുന്നതാണേ. ഇവ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ നമ്മൾ എടുത്തു വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണേ. തുടർന്ന് ഒരു 10 മിനിറ്റ് കറി ഇളക്കാണ്ട് ഒന്ന് അടച്ചു വെച്ചേ. ഈ ഒരു 10 മിനിറ്റില് നമ്മുടെ നെയ്യുടെയും തേങ്ങാപ്പാലിന്റെയും ഒക്കെ ഒരു ഫ്ലേവർ നമ്മുടെ കറിയിൽ നല്ലോണം ചേരും കേട്ടോ. അപ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് മാത്രമല്ല നല്ലൊരു മണം കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ദോശയും കൂടെ ഉണ്ടാക്കിയെടുത്താലോ. ദോശമാവ് ഞാൻ തലേന്ന് വീട്ടിൽ തയ്യാറാക്കിയതാണേ. പുളിച്ചു പൊന്തിയ ദോശമാവില് ആവശ്യത്തിന് ഉപ്പൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
ആർക്കെങ്കിലും നല്ല സോഫ്റ്റ് ദോശമാവിന്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ കേട്ടോ. ദോശക്കല്ല് ചൂടായതിനു ശേഷം അതിൽ ഇച്ചിരി നല്ലെണ്ണ തടകി കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് സൈസിലാണോ ദോശ ചുടാൻ ആഗ്രഹം നിങ്ങൾക്ക് അതിൽ ചുട്ടെടുക്കാവുന്നതാണ്. എൻ്റെ വീട്ടിൽ ഈ കുഞ്ഞൻ ദോശയ്ക്ക് ഫാൻസ് കൂടുതലാണ്. അതാ ഞാൻ ഈ കുഞ്ഞൻ ദോശ ഉണ്ടാക്കുന്നത്. ദോശയുടെ ഇരുവശവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ചെറിയ ചൂടോടുകൂടെ തന്നെ ഈ കുഞ്ഞൻ ദോശയും നല്ല ക്രീമി ആയിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂവും നമുക്ക് സെർവ് ചെയ്യാം. എത്ര സിമ്പിൾ ആയിട്ടാ കുഞ്ഞൻ ദോശയും നല്ല ക്രീമി ആയിട്ടുള്ള സ്റ്റൂവും തയ്യാറാക്കിയതെന്ന് കണ്ടോ. നമ്മുടെ ദോശയിലും സ്റ്റൂവിലും ആവശ്യത്തിലേറെ കാർബോഹൈഡ്രേറ്റും വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കേട്ടോ. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന അടിപൊളി പ്രഭാത ഭക്ഷണം കൂടെയാണ് നമ്മുടെ ഈ ദോശയും സ്റ്റൂവും. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലും എത്തിക്കുക. Thanks for watching. If you are Honeybee, just do like, share and subscribe.